ഹലോ, അസ്സലാമു അലൈക്കും. എന്തൊക്കെയാണ് വിശേഷം? എല്ലാവർക്കും സുഖല്ലേ? പിന്നെ ഞാൻ വീണ്ടും കുറച്ചധികം റെസിപ്പികളൊക്കെ ആയിട്ടാണ് വന്നത് കേട്ടോ. കുറച്ച് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ഐറ്റംസാണ് കാണിക്കുന്നത്. അപ്പോൾ 3, 4 റെസിപ്പികളുണ്ട്. എല്ലാം കണ്ടു നോക്കുക. എല്ലാവർക്കും ഇഷ്ടാവും. കണ്ടിട്ട് ഇഷ്ടമാകുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങളെ കമൻറ്റ്സ് അറിയിക്കാനും ഒന്നും മറന്നു പോകരുത് കേട്ടോ. അപ്പോൾ ഇന്നത്തെ നമ്മളെ കുക്കിംഗ് എന്ന് പറയുന്നത് ഞാനിന്ന് മെയിൻ കിച്ചണിലല്ല കുക്കിംഗ് കേട്ടോ. ഞാനിന്ന് വർക്ക് ഏരിയയിൽ വെച്ചിട്ടാണ് കുക്ക് ചെയ്യുന്നത്. ഒരു ചെറിയൊരു വർക്ക് ഏരിയയാണ്. ഞാൻ ഇതിൻ്റെ മുന്നത്തെ ഒരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ റിനോവേഷൻ ചെയ്തിട്ടുള്ളതിൻ്റെ ശേഷമാണിത്. ആദ്യത്തെ വർക്ക് ഏരിയ കുറച്ചും കൂടെ വേറെ ആയിരുന്നു കേട്ടോ. അതൊന്ന് ജസ്റ്റ് ഒന്ന് മാറ്റിയെടുത്തതാണ്. അപ്പോൾ ഇന്ന് നേരം വെളുക്കുന്നേരം ഇന്നലെ രാത്രി നല്ല മഴയായിരുന്നു കേട്ടോ. ഇന്ന് കാട് മഴയായിരുന്നു. ഇപ്പം നേരം വെളുത്തേരാണ് ഇപ്പം മഴയൊക്കെ ഒന്ന് നിന്നത്. നല്ല ക്ലൈമറ്റാണ്. അപ്പോൾ ഞാനിപ്പോൾ ആദ്യം തന്നെ ഉണ്ടാക്കേണ്ട കുറച്ച് സാധനങ്ങൾ ഞാനെപ്പോഴും പറയുന്നതാണ്. ഓരോ ദിവസവും നമുക്ക് എളുപ്പത്തിൽ പണികളൊക്കെ കഴിയണമെങ്കിൽ ആദ്യം തന്നെ എന്തൊക്കെയാണ് നമ്മൾ ഉണ്ടാക്കുക എന്നുള്ളത് തലേന്ന് തന്നെ നമുക്കൊരു ഐഡിയ വേണം. അപ്പോൾ ആ ഒരു ഐഡിയ പ്രകാരം നമുക്ക് എന്തൊക്കെ കറി ഉണ്ടാക്കുന്നത് എന്തൊക്കെ ആക്കുന്നുള്ള അത് മൊത്തം നമ്മൾ അരിഞ്ഞും വെക്കണം കേട്ടോ. നിങ്ങൾ സൈഡിൽ കാണുന്നുണ്ടാവും ഞാൻ കംപ്ലീറ്റ് സാധനങ്ങളൊക്കെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ കുറച്ച് ചപ്പാത്തിയാണ് ഒരു ഐറ്റം ഉണ്ടാക്കുന്നത്. അപ്പോൾ അത് 2 ഉരുളായിട്ട് ഞാൻ മടക്കി വെച്ചിട്ടുണ്ട്. ഒരു 8 ചപ്പാത്തി ട്ടോ അത്രേ ഉണ്ടാക്കുന്നുള്ളൂ. ഒരു ഉരുള എന്ന് പറഞ്ഞാൽ 4 എണ്ണമാണ്. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ ഇത് കാണിച്ച സമയത്ത് കമൻസ് ഒക്കെ ഉണ്ടായിരുന്നു. ഇങ്ങനെ ചപ്പാത്തി ഉണ്ടാക്കുന്ന എളുപ്പമാണ് കാണിച്ചതിൽ വളരെ ഉപകാരം എന്നൊക്കെ പറഞ്ഞിട്ട്. ഇതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ ഒക്കെ ചോദിച്ചിട്ടുണ്ട്. ഇതിൻ്റെ ശരിക്കും ഫുള്ള് കാണിക്കാത്തതുകൊണ്ട് ഫുള്ള് ഉള്ളതുണ്ടോയെന്ന്. ഒരുപാട് വീഡിയോസിലുണ്ട് കേട്ടോ. എനിക്കിപ്പോൾ അത് ഏതൊക്കെ വീഡിയോസിലാണ് ഞാനത് കാണിച്ചതെന്നുള്ളത് ഓർമ്മയില്ല. ഒരുപാട് വീഡിയോസിൽ ഞാൻ ഈ ഒരു ചപ്പാത്തി ഉണ്ടാക്കുന്നത് കുറേ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ചപ്പാത്തിയൊക്കെ ഞാനൊന്ന് ചുട്ടെടുക്കുന്നുണ്ട് കേട്ടോ. ഒരു 8 എണ്ണമാണ് ഞാനിപ്പോൾ ഉണ്ടാക്കിയത്. പിന്നെ മോളും വ്യാപ്പിളൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ. അതുപോലെ തന്നെ കുറേ ആൾക്കാർ ചോദിച്ചിട്ടുണ്ട് മോളെ വ്യാപ്പിള എവിടെ നിന്നാണെന്നുള്ള. മോളെ ഹസ്ബൻഡ് മാഹി എന്നാണ് കേട്ടോ. മാഹിയാണ് അവരുടെ വീട്. തലശ്ശേരിക്കാരാണ്. ഇനിയിപ്പോൾ ആ ഒരു ചപ്പാത്തി ചുട്ട് കഴിഞ്ഞതിന് ശേഷം കുറച്ച് പാത്രങ്ങളൊക്കെ എടുത്ത് വെക്കേണ്ടിയുണ്ട്. അപ്പോൾ ഞാൻ തലേന്ന് തന്നെ ഇതിലിട്ട് വെച്ച കുറച്ച് പാത്രങ്ങളാണ് കേട്ടോ ഡിന്നറിന് ശേഷമുള്ള. അപ്പോൾ ഹെൽപ്പിനൊന്നും ആരും ഇല്ലെങ്കിൽ ഞാൻ ഇതിലിടും എന്ന് വിചാരിച്ചിട്ട് എല്ലാ ദിവസവും ഇത് ഉപയോഗിക്കലില്ല. അങ്ങനെ അത്യാവശ്യം വരുന്ന സമയത്ത് മാത്രമേ ഞാനിത് യൂസ് ചെയ്യലുള്ളൂ. ആരും ഇല്ലെങ്കിൽ ഒന്ന് ഇതിലേക്ക് വെച്ച് കൊടുത്താൽ മതി. എന്നാൽ പിന്നെ വേഗം പണി കഴിയുമല്ലോ എന്നുള്ളതിൽ അങ്ങനെ ഇട്ട് കൊടുക്കുന്നതാണ്. അപ്പോൾ അത് കഴുകിയ പാത്രങ്ങളൊക്കെ ഞാൻ എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ അടുത്ത് നമ്മൾ കാണാൻ വേണ്ടി പോണത് കുറച്ച് അരി ഞാൻ ചൂടുവെള്ളത്തിൽ കുതിർത്തി വെച്ചിട്ടുണ്ട്. ഇത് പൊന്നി അരിയാണ് കേട്ടോ. നമ്മൾ ചോറ് വെക്കുന്ന സാധാ പൊന്നി അരിയാണ്. അതൊന്ന് നേരിയ ചൂടുവെള്ളത്തിൽ അധികം തിളച്ച വെള്ളമല്ല, ഒരു കൈയിട്ടാൽ പൊള്ളാത്ത രീതിയിലുള്ള ആ ഒരു ചൂടുവെള്ളത്തിൽ കുതിർത്തി വെച്ചതാണ്. 1/2 കപ്പ് അരിയേ ഞാൻ എടുത്തിട്ടുള്ളൂ കേട്ടോ. 1/2 കപ്പാണ് ഞാനിത് കുതിർത്തിയ അരി എന്ന് പറയുന്നത്. അപ്പോൾ അത് മിക്സിയിലൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അതിൻ്റെ കൂടെ ചെറിയ സൈസുള്ള 3 ചെറിയ ഉള്ളി ഇട്ടാണ്. അതുപോലെ തന്നെ ഈ ഒരു തേങ്ങൻ്റെ അളവ് പറയുകയാണെങ്കിൽ 1/2 കപ്പ് തന്നെ ഉണ്ടാവും കേട്ടോ. 1/2 കപ്പ് അരിയാണ് എടുത്തത്, 1/2 കപ്പ് തന്നെ തേങ്ങ ഉണ്ടാവും. അപ്പോൾ അതും കൂടെ ഇതിൻ്റെ കൂടെ തന്നെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുക. സോറി, ഉപ്പല്ല, ജീരകം കേട്ടോ. ജീരകമാണ് ആദ്യം തന്നെ ഇട്ട് കൊടുത്തത്. ഒരു ടീസ്പൂണൊക്കെ ഉണ്ടാവും ഞാനിപ്പോൾ ജീരകം എന്ന് പറയുന്നത്. പിന്നെ അത് ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കുക. എന്നിട്ടിത് ഒന്ന് അരച്ചെടുക്കണം. മഷി പോലെ അരയണ്ട, ചെറുതായിട്ടൊരു തരിതരിപ്പായിട്ട് ഒന്ന് അരച്ചെടുക്കുക. എന്നാൽ തീരെ അരയാത്ത രീതിയിലും ആയിരിക്കരുത്. ഞാൻ ഇതിനൊരു പാകം കാണിച്ചു തരാം. തീരെ അരക്കാണ്ട് കഷ്ണം കഷ്ണമായിട്ട് എടുത്തു കഴിഞ്ഞാൽ എണ്ണ കുടിക്കും. പോരാത്തതിന് നമ്മൾ എണ്ണയിൽ ഇടുന്ന സമയത്ത് പൊട്ടിപ്പോവും. അതുകൊണ്ട് തീരെ അരയാണ്ടിരിക്കരുത്. എന്നാലും ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ തരിതരിയായിട്ട് ഉണ്ടാവുകയും വേണം കേട്ടോ. ആ ഒരു രീതിയിലാണ് അരച്ചെടുക്കുന്നത്. ഇനിയിപ്പോൾ ഇതിലേക്ക് ഞാനിതാ ഒറോട്ടിപ്പൊടിയാണ് ചേർക്കാൻ വേണ്ടി പോണത്. ഒറോട്ടിപ്പൊടി നെയ്തിയ പൊടി ഉണ്ടാവും, അതന്നെയാണ് വാങ്ങിക്കേണ്ടത് കേട്ടോ. ഇതാണ് പത്തൽ പൊടി എന്ന് പറയുന്നത്. അതന്നെ വാങ്ങിക്കണം. അപ്പോൾ ഒറോട്ടിപ്പൊടി ഉണ്ടാക്കുന്നത് കാണിക്കണമെന്നൊക്കെ പറഞ്ഞിട്ട് കമൻ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അത് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ട് ഇതൊന്ന് കുഴച്ചെടുക്കാൻ കേട്ടോ. ആ ഒരു പൊടി ചേർത്തിട്ട് ഇപ്രാവശ്യം ഞാൻ സാധാരണ എല്ലാ പ്രാവശ്യം വന്നാലും നമ്മൾ ഒരുപാട് റൊട്ടിപ്പൊടി ഉണ്ടാക്കും. 10 കിലോ ഒക്കെ അരി വാങ്ങിയിട്ട് ഒന്നിച്ച് ഉണ്ടാക്കുകയാണ് ചെയ്യുക. ഇവിടെ യൂസ് ചെയ്യുകയും ചെയ്യും. എന്നിട്ട് പോണ സമയത്ത് ഞങ്ങൾ അങ്ങോട്ടേക്ക് കൊണ്ടുപോവുകയും ചെയ്യും. അതിന് വേണ്ടിയിട്ട് ഒന്നിച്ച് ഉണ്ടാക്കലാണ് സാധാരണ ചെയ്യൽ. പക്ഷേ ഇപ്രാവശ്യം അതിൻ്റെ ആവശ്യം വന്നിട്ടില്ല. കാരണം ഈ ഒരു കല്യാണം ആയതുകൊണ്ട് ഞാൻ കല്യാണം അടുപ്പിച്ചിട്ടാണ് കുറച്ച് വന്നത്. അപ്പോൾ ഇവിടുത്തെ പണിയും അതുപോലെ തന്നെ ഒരുപാട് ആൾക്കാർ നമുക്കെന്നും ഭക്ഷണത്തിനുണ്ടാവും. അപ്പോൾ ഫുള്ളായിട്ട് കല്യാണത്തിൻ്റെ ആവശ്യത്തിനൊക്കെ ഞാൻ റെഡിമെയ്ഡ് വാങ്ങിക്കുകയാണ് ചെയ്തത് കേട്ടോ. ഇനിയിപ്പോൾ ദാ ഈ ഒരു മുട്ടയും കുറച്ച് പഞ്ചസാരയും ഞാനൊന്ന് കലക്കി വെക്കുന്നുണ്ട്. ഇത് ബ്രെഡ് വാട്ടാനുള്ളതാണ് ട്ടോ. രാവിലത്തെ കാലിച്ചായക്കുള്ള. അതിലേക്ക് കുറച്ച് മുട്ടയും ആ ഒരു പഞ്ചസാരയും അലിഞ്ഞതിന് ശേഷം കുറച്ച് പാലും കൂടെ ഒഴിച്ചിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് വെക്കുന്നുണ്ട്. ഇനി ഇതവിടെ മാറ്റി വെക്കാം. ഇനിയിപ്പോൾ അടുത്തതെന്ന് പറയുന്നത് മുട്ടയും പുൽസയും വേണം. അതേപോലെ തന്നെ കുറച്ച് പഴം വാട്ടിയതും വേണം കേട്ടോ. അപ്പോൾ ഇതൊരു 3 പഴം ഞാനെടുത്ത് വെച്ചിട്ടുണ്ട്. കുറച്ച് അത്യാവശ്യം മധുരമുള്ള പഴം തന്നെ ആയിരിക്കണം. പഴം വാട്ടുന്ന സമയത്ത് അത്യാവശ്യം പഴുത്ത പഴം ഇല്ലാന്നുണ്ടെങ്കിൽ കഴിക്കുമ്പോൾ ടേസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ. മധുരം ഉണ്ടാവില്ല. അപ്പോൾ അത് ആ ഒരു പഴം കൂടെ ഞാനൊന്ന് നല്ല നൈസായിട്ട് ഒന്ന് മുറിച്ചെടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ അതാ ഒരു പാൻ വെച്ച് കൊടുക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ ആദ്യം തന്നെ ഞാൻ മുട്ട ഒന്ന് ബുൾസൈ ആക്കി എടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണയാണ് യൂസ് ചെയ്യണത്. അപ്പോൾ ഒരു ബുൾസൈ ആദ്യം തന്നെ ആക്കി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അതിലേക്ക് എണ്ണ വെച്ചിട്ട് പഴം വാട്ടിയെടുത്താൽ മതി. എന്നാൽ പിന്നെ പഴം വാട്ടിയതിന് ശേഷം മുട്ട പൊരിക്കണമെങ്കിൽ പിന്നെ നമ്മൾ വേറെ പാൻ നോക്കേണ്ടിയില്ല. സെയിം ഇതിൽ തന്നെ നമ്മളാക്കി എടുക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ആദ്യം ഞാനൊന്ന് മുട്ട ഒന്ന് പൊരിച്ചെടുക്കട്ടെ. ഞാനിവിടെ പ്ലേറ്റ് എടുത്ത് വെച്ചാണ് കേട്ടോ.
ഈ ഒരു പാൻ എന്ന് പറയുന്നത് ഞാൻ ഓർമ്മ ഉണ്ടോയെന്ന് അറിയില്ല. എൻ്റെ സ്ഥിരം കാണുന്ന ആൾക്കാർക്കാണ് ഓർമ്മ ഉണ്ടാവും. ഞാനത് സാക്കോന്ന് വാങ്ങിയതാണ്. പിന്നെ കോപ്പർ പാൻ എന്ന് പറയുന്നത് കേട്ടോ. കോപ്പറാണ്, കുറച്ച് ഹെൽത്തിയാണ്. എന്നാൽ നോൺ സ്റ്റിക്കിൻ്റെ ഗുണവും കിട്ടും. ഇപ്പോൾ ദാ മുട്ടയൊക്കെ പുൽസയാക്കി മാറ്റി കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ അതിലേക്ക് കുറച്ചും കൂടെ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്താണ്. ഒരുപാടല്ല, കുറച്ച്. ഇനി അതിലേക്ക് നമ്മൾ ഈ ഒരു പഴം കൂടി ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് വാട്ടിയെടുക്കുക. ഒരു ഒരു മിനിറ്റ് നേരം ഒരു ഭാഗം ഒന്ന് വെന്ത് കഴിഞ്ഞാൽ തിരിച്ചിട്ട് കൊടുത്താൽ മതി. എന്നിട്ട് രണ്ട് ഭാഗവും ഒന്ന് ചെറുതായിട്ടൊന്ന് വാടിക്കഴിഞ്ഞാൽ നമുക്കിത് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം. ശരിക്കും ഇത് വാട്ടി കഴിഞ്ഞിട്ട് ഇതിൻ്റെ മേലെ വേണമെങ്കിൽ പഞ്ചസാരയൊക്കെ ഇട്ടിട്ടാണ് കഴിക്കുക കേട്ടോ. ഇവിടെ പിന്നെ അവർക്ക് പഞ്ചസാര ഒന്നും വേണ്ടാന്ന് പറയുന്നതുകൊണ്ട് പഞ്ചസാര ഇടലില്ല. ഇനിയിപ്പോൾ അടുത്തെന്ന് പറയുന്നത് ആ എണ്ണ അതിൽ നിന്ന് മാറ്റിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നെയ്യാണ് കേട്ടോ, നമ്മളെ പശു നെയ്യാണ്. കുറച്ച് ഒരു അര സ്പൂണൊക്കെ ഇട്ട് കൊടുത്തിട്ടുള്ളൂ. അതിലേക്ക് നമ്മൾ നേരത്തെ കലക്കി വെച്ച മുട്ടൻ്റെ മിക്സ് ഇല്ല, അതിൽ ബ്രെഡ് ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് വാട്ടിയെടുക്കുകയാണ്. അതിൽ ഞാൻ കുറച്ച് വെനില എസൻസും കൂടെ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. അതിൽ കാണിക്കാൻ വിട്ടുപോയതാണ്. ആ ഒരു മുട്ടയിലേക്ക് കുറച്ച് വെനില എസൻസും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ അതാ മുട്ട പൊരിച്ചതും അതുപോലെ തന്നെ ഫ്രഞ്ച് ടോസ്റ്റും പിന്നെ അതാ നമ്മളെ പഴം വാട്ടിയതും, അതാണ് ചായൻ്റെ സ്പെഷ്യൽ കേട്ടോ. ഇത് അവർക്കുള്ളതാണ്, ലിയാനക്കും റെയ്ഹാനും ഉള്ളതാണ്. അപ്പോൾ ചായ ഇവിടെ റെഡിയായി. ഇത് കൊടുത്തു കഴിഞ്ഞിട്ടാണ് ഇനി നമ്മൾ അടുത്ത നാസ്തൻ്റെ പണിയിലേക്ക് ഇറങ്ങണത് കേട്ടോ. ഇനി ഇന്നത്തെ സ്പെഷ്യൽ എന്ന് പറയുന്നത് ബ്രെയിനാണ് കേട്ടോ. 2 ബ്രെയിൻ ഞാൻ നന്നായിട്ട് വെയിനൊക്കെ പോക്കി നല്ല ക്ലീൻ ചെയ്ത് വെച്ചതാണ്. ഇത് ക്ലീൻ ചെയ്യുമ്പോൾ കുറച്ച് മെനക്കെടുണ്ട് കേട്ടോ. എന്നാലും നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്ത് വെക്കുക. ഇനിയിപ്പോൾ അടുത്തെന്ന് പറഞ്ഞാൽ കുറച്ച് ചിക്കൻ ഞാൻ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ചിക്കനും റെഡിയാക്കി വെച്ചാണ്. ആദ്യം നമ്മൾ ആ ഒരു ബ്രെയിനിനുള്ള കുറച്ച് ഉള്ളി ഒന്ന് വാട്ടിയെടുക്കാനുണ്ട്. അപ്പോൾ ഇതൊരു പാത്രം വെച്ചെടുത്തുകൊണ്ട് അതിലേക്ക് ഒരു 2-3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് അതിലേക്ക് കുറച്ച് ഉള്ളി, ഒരു മീഡിയം സൈസുള്ള ഉള്ളി ഉണ്ടാവും കേട്ടോ, അത്രേ ഞാൻ എടുത്തിട്ടുള്ളൂ. ഒരു മീഡിയം അല്ലെങ്കിൽ ലാർജിലേക്ക് എത്തിയിട്ടില്ല, അങ്ങനെ ആ ഒരു കൈപ്പിടി വരുന്ന ഒരു ഉള്ളി, അത് നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കണം. ജസ്റ്റ് ചെറുതായിട്ടൊരു കളറൊക്കെ മാറുന്ന വരെ വാടണം കേട്ടോ. അപ്പോൾ അത് വാടുന്ന നേരം കൊണ്ട് ഞാൻ വേറൊരു പാത്രം വെച്ചിട്ടുണ്ട്. തീയൊന്നും കത്തിച്ചിട്ടില്ല. അതിലേക്ക് ഇതാ നമ്മൾ വൃത്തിയാക്കി വെച്ചിട്ടുള്ള ആ ഒരു ചിക്കൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ചിക്കന് ഒരു 3/4 കിലോ ഉണ്ടാവും. അതിലേക്ക് 1 കപ്പ് ഉണ്ടാവും. ഇത് എല്ലാ കളർ ക്യാപ്സിക്കം കൂടെ അരിഞ്ഞതാണ് ഇട്ട് കൊടുത്തത്. ഇനിയിപ്പോൾ 1/2 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ചേർത്താണ്. പിന്നെ കുറച്ച് പച്ചമുളക് കേട്ടോ, എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളക്, അത് ഓരോ എരിവ് നോക്കിയിട്ട് ഇട്ട് കൊടുക്കുക. പിന്നെ അത് 1 ടേബിൾ സ്പൂൺ പുതിന അരിഞ്ഞതാണ് ഇട്ടത്. അതിൻ്റെ ഡബിള് മല്ലിച്ചപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ അത് മല്ലിച്ചപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് പൊടികളാണ് വേണ്ടത്. 1 ടേബിൾ സ്പൂണോളം മുളക് പൊടി ചേർത്തിട്ടുണ്ട്. 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുത്താണ്. ഒരു 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ഇടുന്നുണ്ട്. പിന്നെ ഗരം മസാലയാണ് 1 ടീസ്പൂൺ. പിന്നെ ഒരു ചിക്കൻ മാഗി ക്യൂബ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് കുറച്ച് വിനാഗിരിയാണ്, സുർക്ക. അത് ഒരു മൂടി ഇട്ടോ, 1 ടേബിൾ സ്പൂൺ ഉണ്ടാവും. ഒരു മൂടി എന്ന് പറയുന്നത് 1 ടേബിൾ സ്പൂണാണ്. അതും കൂടെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അത് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനിയിപ്പോൾ ഇതിലേക്ക് കുറച്ച് എണ്ണ വേണം കേട്ടോ. ഞാനിവിടെ വെളിച്ചെണ്ണ തന്നെയാണ് എടുക്കുന്നത്. ഒരു 2-3 ടേബിൾ സ്പൂൺ അല്ലെങ്കിൽ 2 ടേബിൾ സ്പൂൺ തന്നെ മതി. എന്നിട്ട് ഇത് കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇത് ശരിക്കും ഞാൻ സ്പ്രിങ് ചിക്കൻ ആയിരുന്നു ഓർഡർ ചെയ്തത്. അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു രീതിയിൽ റെഡിയാക്കി വെച്ചിരുന്നത്. പക്ഷേ സ്പ്രിങ് ചിക്കൻ ഇല്ല എന്ന് പറഞ്ഞിട്ട് പകരം സാധാ ചിക്കനാണ് കൊടുത്തയച്ചത്. അപ്പം ഞാൻ വിചാരിച്ചു ഏതായാലും ഞാനത് ഉണ്ടാക്കാൻ കണക്കാക്കി പോയിന്. അപ്പോൾ പിന്നെ അങ്ങനെ നടക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഇതന്നെ ഉണ്ടാക്കുന്നത്. ഇനിയിപ്പോൾ അതാ തീ കത്തിച്ച് കൊടുക്കുക. മിക്സ് ചെയ്തതിന് ശേഷം ഒരു തുള്ളി പോലും വെള്ളം ഒഴിക്കേണ്ട, ചെറിയ തീയിൽ വേവിച്ചെടുക്കുക കേട്ടോ. ഇനിയിപ്പോൾ അടുത്തത് നമ്മൾ ബ്രെയിനിന് വേണ്ടിയിട്ട് വെച്ചിട്ടുള്ള ആ ഒരു ഉള്ളിയില്ലേ, അപ്പോൾ നന്നായിട്ട് മൊരിഞ്ഞ് നല്ല ഗോൾഡൻ കളർ ആയിട്ടുണ്ട്. ഇതിലേക്ക് അതാ കുറച്ച് പച്ചമുളക് കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ 1/2 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും. എന്നിട്ട് അതിൻ്റെ ഒരു പച്ചമുളകൊക്കെ ഒന്ന് മാറുന്ന വരെ ഒന്ന് വഴറ്റിയെടുക്കുക. അതിന് ശേഷം ടൊമാറ്റോ പേസ്റ്റാണ്, 1 ടേബിൾ സ്പൂൺ ടൊമാറ്റോ പേസ്റ്റ് ചേർക്കുന്നുണ്ട്. അതും കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഇനിയിപ്പോൾ ടൊമാറ്റോ പേസ്റ്റ് നിങ്ങൾക്ക് കയ്യിലില്ല എന്നുണ്ടെങ്കിൽ കുറച്ച് കെച്ചപ്പും അതുപോലെ തന്നെ തക്കാളി അരച്ചതും കൂടെ മിക്സ് ചെയ്തിട്ട് ചേർത്ത് കൊടുത്താൽ മതി. രണ്ടും കൂടെ 1 ടേബിൾ സ്പൂൺ ചേർത്താൽ മതി കേട്ടോ. ഇനിയിപ്പോൾ ഇതിലേക്ക് കുറച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 ടേബിൾ സ്പൂണോളം മുളക് പൊടി, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ ഗരം മസാലയാണ് ഒരു 1/2 ടീസ്പൂൺ. പിന്നെ വേണ്ടത് കുരുമുളകാണ്, അതും ഒരു 1/2 ടീസ്പൂൺ. പിന്നെ പെരിഞ്ജീരകം 1/2 ടേബിൾ സ്പൂൺ കേട്ടോ. ഇത്രയാണ് ഇതിൽ പൊടികൾ ചേർക്കണത്. ഇനി നന്നായിട്ട് ഈ ഒരു പൊടികളൊക്കെ ഒന്ന് പച്ചമണം മാറുന്ന വരെ ഒരു 10-15 സെക്കൻഡ് നേരം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക, ചെറിയ തീയിലാക്കി വെച്ചതിന് ശേഷം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക. ഉപ്പ് ഞാൻ ആ ഒരു ബ്രെയിനിലേക്കുള്ള ഉപ്പാണ് ചേർത്ത് കൊടുത്തത്. ഏകദേശം 1 ടീസ്പൂണിൻ്റെ അടുത്തുണ്ടാവും. അത്രയും ഉപ്പ് ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. അപ്പോൾ നന്നായിട്ട് പൊടികളും ആ ഒരു ഉള്ളിയും എല്ലാം നല്ല വാടി നല്ല എന്താ പറയുക നന്നായിട്ട് വെന്തിട്ടാണുള്ളത്. ഇനി ഇതിലേക്ക് നമ്മൾ ക്ലീൻ ചെയ്ത് വെച്ചാൽ ആ ഒരു ബ്രെയിൻ ഞാൻ വലിയ പീസായിട്ട് മുറിച്ചാണ് കേട്ടോ. അതിന് ശേഷമാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. ഇതിനെ ഇളക്കുന്ന സമയത്ത് ശ്രദ്ധിക്കണം, കാരണം ഈ ഒരു ബ്രെയിൻ വെന്ത് കഴിഞ്ഞാൽ പിന്നെ പ്രശ്നമില്ല. വേവുന്നതിൻ്റെ മുന്നേ ഇളക്കുമ്പോൾ പെട്ടെന്ന് ഇത് പൊടിഞ്ഞു പോകും, കലങ്ങിപ്പോവും. അതുകൊണ്ട് ശ്രദ്ധിച്ചിട്ട് ആ ഒരു മസാലയായിട്ട് ഒന്ന് യോജിപ്പിച്ച് കൊടുക്കുക. തീരെ വെള്ളമൊന്നും ഒഴിക്കരുത് കേട്ടോ. ഇതൊരു ബ്രെയിൻ റോസ്റ്റാണ് ഉണ്ടാക്കുന്നത്.
എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഞാനിപ്പോൾ ഉപ്പ് നോക്കിയപ്പോൾ കുറച്ച് കുറവുണ്ട്. അപ്പോൾ കുറച്ചും കൂടെ ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി മൂടി വെച്ചിട്ട് ചെറിയ തീയിൽ ഒരു 10-15 മിനിറ്റ് നേരമെങ്കിലും ഒന്ന് വേവിച്ചെടുക്കുക. ഇനിയിപ്പോൾ ഞാൻ ഇത് തീ കൂടുതലാണ് ഈ ഒരു അടുപ്പിൽ. അപ്പോൾ ഞാൻ ചെറിയ അടുപ്പിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട് കേട്ടോ. അതവിടെ കിടന്ന് വേവട്ടെ. അതുപോലെ തന്നെ ചിക്കനും വേവുന്നുണ്ട്. ഇനിയിപ്പോൾ അത് വേവണ നേരം കൊണ്ട് ഞാനൊരു കൈപ്പിടി നിറച്ച് അണ്ടിപ്പരിപ്പ് എടുത്തിട്ടുണ്ട് കേട്ടോ. അത് ചിക്കൻ കറിയിലേക്കുള്ളതാണ്, ചിക്കൻ റോസ്റ്റിലേക്ക്. അത് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് വെള്ളം ചേർത്തിട്ട്. ഇനിയിപ്പോൾ ഞാൻ എണ്ണ ചൂടാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു നെയ്പ്പത്തിരിൻ്റെ മിക്സാണ് ഇട്ടത്. ഇനിയിപ്പോൾ കയ്യിലൊന്ന് ചെറുതായിട്ട് എണ്ണ തടവിയതിന് ശേഷം ഓരോ ഉരുള മാവ് എടുത്തിട്ട് നന്നായിട്ട് ഇതിനൊന്ന് ഫ്രൈ ആക്കി എടുക്കണം പരത്തിയിട്ട്. അപ്പോൾ ഞാനൊരു കവർ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിൽ വെച്ചിട്ടാണ് ഞാനിത് പരത്തുന്നത്. അപ്പോൾ നന്നായിട്ട് ഉരുട്ടിയെടുക്കുക. പിന്നെ ഒരുപാട് ആൾക്കാർ ചോദിക്കുന്ന സംശയത്തിൽപ്പെട്ടതാണ് കേട്ടോ ഈ ഒരു നെയ്പത്തിരി ചുടുന്ന സമയത്ത് എണ്ണ കുടിക്കുന്നത് എന്തുകൊണ്ടാണെന്നുള്ള. ഉള്ളിൻ്റെ അളവ് കൂടിയാലും എണ്ണ കുടിക്കും, അതുപോലെ തന്നെ മാവിൽ വെള്ളം കൂടിയാലും എണ്ണ കുടിക്കും. പിന്നെ അരി വെന്ത് പോയാൽ ചൂടുവെള്ളം നേരെ ചൂടുവെള്ളത്തിൽ കുതിർത്തിയാൽ മതി, അരി വെന്ത് പോയാലും എണ്ണ കുടിക്കും കേട്ടോ. അങ്ങനെ 2-3 കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ പെർഫെക്റ്റായിട്ട് നമുക്ക് നെയ്പത്തിരി ചുട്ടെടുക്കാം. അപ്പോൾ അത് ചൂടായ എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എണ്ണൻ്റെ ചൂടും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നല്ല തീ വേണം കേട്ടോ, എന്നാലാണ് നെയ്പത്തിരി നന്നായിട്ട് വരുള്ളൂ. അപ്പോൾ അത് കുറച്ച് സമയം എടുക്കും കേട്ടോ. അത് ഞാൻ സ്പീഡാക്കി കാണിക്കുന്നതേ ഉള്ളൂ. കുറച്ച് സമയം എടുത്താലേ നന്നായിട്ടൊന്ന് പൊന്തി വരും. എന്നിട്ട് ഒരു കുറച്ച് സമയം വെയിറ്റ് ചെയ്തതിന് ശേഷം തിരിച്ചിട്ട് കൊടുക്കുക. ഇപ്പോൾ അത് 2 ഭാഗവും നന്നായിട്ട് വന്നിട്ടുണ്ട്. ഫസ്റ്റത്തെ നെയ്പത്തിരി ഇവിടെ റെഡി ആയിന്. തീരെ എണ്ണയൊന്നും കുടിക്കാത്ത നല്ല നെയ്പത്തിരിയാണ് കേട്ടോ. ഈ ഒരു രീതിയിൽ ഉണ്ടാക്കിയാൽ കിട്ടുക. ഒരുപാട് പ്രാവശ്യം ഞാൻ ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ കാണിച്ചതാണ്. അപ്പോൾ അത് രണ്ടാമത്തെ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ഒരു ഭാഗം നന്നായിട്ട് പൊന്തി വന്നാൽ കുറച്ച് വെയിറ്റ് ചെയ്യുക, അതിന് ശേഷം തിരിച്ചിട്ട് കൊടുക്കുക. എന്നിട്ട് അടിഭാഗം നന്നായിട്ട് വെന്ത് കഴിഞ്ഞാൽ നമുക്ക് എണ്ണയിൽ നിന്ന് കോരിയെടുത്താൽ മതി. ഈ ഒരു അളവ് എന്ന് പറയുന്ന ഒരു അരക്കപ്പ് അരിയാണ് ഞാൻ എടുത്തത്. ആ ഒരു അളവിൽ ഈ ഒരു പ്ലേറ്റ് നിറച്ച് നെയ്പത്തിരിയാണ് ഉണ്ടാക്കിയത് കേട്ടോ. ഇത്രേ ആവശ്യമുള്ളൂ. അപ്പോൾ അതവിടെ മാറ്റി വെക്കുക. നമ്മളെ ചിക്കൻ കറി ഞാൻ തീയൊക്കെ ഓഫ് ചെയ്ത് വെച്ചതാണ്. ഇപ്പോൾ ഞാൻ മാറ്റി ഒന്നും കൂടെ തീ ഓണാക്കി കൊടുത്തിട്ടുണ്ട്. ഒരു 10-15 മിനിറ്റ് നേരം എടുത്തിട്ട് നന്നായിട്ട് ഞാനിത് വേവിച്ചെടുത്തതാണ്. ഒരു തുള്ളി വെള്ളം ഞാൻ ഇതിൽ ചേർത്തിട്ടില്ല കേട്ടോ. ഇതും റോസ്റ്റാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അത് നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ഒഴിച്ചു കൊടുക്കാൻ വേണ്ടി പോകുന്നത് നേരത്തെ നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള ആ ഒരു കാഷ്യൂ പേസ്റ്റ് ഇല്ല, അതാണ് ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ അരച്ച ആ ഒരു മിക്സിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അണ്ടിപ്പരിപ്പ് ഒഴിച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അധികം നേരം ഇട്ടിട്ട് തിളപ്പിക്കേണ്ടില്ല കേട്ടോ. ജസ്റ്റ് ചെറുതായിട്ടൊന്ന് തിള വന്നു കഴിഞ്ഞാൽ മതി. അല്ലെങ്കിൽ ചിലപ്പം പിരിഞ്ഞു പോകാനൊക്കെ ചാൻസ് ഉണ്ട്. കാരണം ഇതിൽ വേറെ ഗ്രേവി ഇല്ല, ഉള്ളിയും ഇല്ലാത്തത് കൊണ്ട് തന്നെ പെട്ടെന്ന് ചിലപ്പം പിരിഞ്ഞു പോകും. ഇപ്പോൾ നന്നായിട്ട് തിള വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാൻ തീ ഓഫ് ചെയ്യാണ്. ഇത് കറക്റ്റ് പാകത്തിലായി വന്നതാണ്. ഇനിയിപ്പോൾ അടുത്തത് നമ്മളെ ബ്രെയിനും ഇവിടെ വെന്തതിന് ശേഷം ഞാൻ തീ ഓഫ് ചെയ്ത് വെച്ചതാണ്. ഇനിയിപ്പോൾ അതിലേക്ക് കുറച്ച് മല്ലിച്ചപ്പും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ വിളമ്പണ പാത്രത്തിലേക്ക് മാറ്റുകയാണ് കേട്ടോ. ഈ ഒരു രീതിയിൽ ബ്രെയിൻ ഉണ്ടാക്കുകയാണെങ്കിൽ ഇത് നമ്മൾ വിദേശത്തേക്കൊക്കെ പോകാം, ഗൾഫിലേക്കൊക്കെ പോകുമ്പോൾ കൊണ്ടുപോകാൻ താല്പര്യമുള്ള ആൾക്കാർക്കൊക്കെ ആണെങ്കിൽ ഈ ഒരു രീതിയിൽ ഉണ്ടാക്കി കൊണ്ടുപോയാൽ മതി കേട്ടോ. പെട്ടെന്ന് കേട് വരില്ല, കുറച്ച് നിൽക്കും ഇത്. അപ്പോൾ നല്ലൊരു റെസിപ്പിയാണിത്. ഈ ഒരു രീതിയിൽ ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കുക. അടിപൊളി ടേസ്റ്റാണ് കേട്ടത്. ഇത് വെള്ളം ചേർക്കാണ്ട് ബ്രെയിൻ വേവിച്ചെടുക്കണം, അതാണ് ഇതിൻ്റെ ഒരു ടേസ്റ്റ് എന്ന് പറയുന്നത്. ആ ഒരു എന്താ പറയുക ബ്രൗൺ കളറിൽ നമ്മൾ ഉള്ളിയൊക്കെ ആക്കിയതിന് ശേഷം വേവിച്ചെടുത്തതാണത്. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോസിൽ ഞാൻ ഉൾപ്പെടുത്തിയത്. ഇന്ന് കാണിച്ച എല്ലാ റെസിപ്പികളും എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിരുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇനി അടുത്ത നല്ലൊരു വെറൈറ്റി റെസിപ്പി ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. അസ്സലാമു അലൈക്കും.